കായലോട്ടെ യുവതിയുടെ ആത്മഹത്യയാണ് വിഷയം. ആ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. SDPI പ്രവർത്തകർ മർദ്ദിച്ചു എന്ന റഹീസിന്റെ പരാതിയിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മരിച്ച റസീനയുമായി സാമ്പത്തിക ഇടപാട് നടന്നുവെന്ന കുടുംബത്തിന്റെ ആരോപണം റഹീസ് തള്ളി. ഇതിനിടെ മതരാഷ്ട്രവാദമെന്ന SDPIയുടെ അടിസ്ഥാന ആശയമാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിൽ എന്ന് CPIM ആരോപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവതിയെയും ആൺസുഹൃത്തിനെയും SDPI പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതും മർദ്ദിക്കുന്നതും. SDPI ഓഫീസിൽ വെച്ചടക്കം വിചാരണ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. യുവതി ആത്മഹത്യ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 3 SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെയാണ് കുടുംബം ആൺസുഹൃത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ആത്മഹത്യ ചെയ്ത യുവതിയുടെ മാതാവ് നൽകിയ പരാതി തലശ്ശേരി ASP കിരണിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുകയാണ്. ഇതിനിടയിലാണ് യുവതിയുടെ ആൺസുഹൃത്ത് മയ്യിൽ സ്വദേശി റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും റഹീസ് യുവതിയിൽ നിന്ന് തട്ടിയെടുത്തെന്നും കുടുംബത്തിന്റെ പരാതിയിലുണ്ട്. 3.5 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട റഹീസ് യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. അടുത്ത സുഹൃത്തുക്കളെന്നും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടില്ലെന്നുമാണ് യുവാവിന്റെ മൊഴി. യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കവേ ഒരു സംഘം ആക്രമിച്ചെന്നും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നും റഹീസ് പോലീസിന് മൊഴി നൽകി. 3 മൊബൈൽ ഫോണുകൾ അക്രമി സംഘം പിടിച്ചെടുത്തെന്നും റഹീസിന്റെ പരാതിയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പറമ്പായി സ്വദേശികളായ ബഷീർ, റഫ്നാസ്, ഫൈസൽ, സുനീർ, സക്രിയ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. SDPI ഓഫീസിലേക്ക് ആരാണ് കൊണ്ടുപോയത്, ഇവിടെ എന്താണ് നടന്നത് തുടങ്ങി കൂടുതൽ വിവരങ്ങൾ റഹീസിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചു. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിനപ്പുറം പ്രതികൾക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് കണ്ടെത്താനും യുവാവിന്റെ മൊഴി നിർണായകമാണ്. SDPIയുടേത് താലിബാന് സമാനമായ പ്രവർത്തനമാണെന്നും മതരാഷ്ട്രവാദമെന്ന ആശയമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നും CPIM. താലിബാന്റെ മതരാഷ്ട്രവാദികളുടെ അതേ പതിപ്പാണ് ഇവിടെ SDPI നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. SDPIക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് താലിബാന്റെ അഫ്ഗാനിസ്ഥാനല്ല. കേരളം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനമാണ്. പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് SDPI പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കേസിന്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. റഹീസിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ യുവതിയുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് വീണ്ടും മൊഴിയെടുക്കും. സംഭവത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പാറക്കൽ, 24 കണ്ണൂർ.